തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 4 പതിറ്റാണ്ടിലേറെ കാലം AIADMKയുടെ നെടുംതൂണായി നിലകൊണ്ട മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ KS സെങ്കോട്ടയ്യൻ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിൽ ചേർന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. AIADMKയിലെ സ്ഥാപക കാലം മുതൽ MGRന്റെയും ജയലളിതയുടെയും വിശ്വസ്തനായിരുന്ന സെങ്കോട്ടയ്യന്റെ ഈ നിർണായക നീക്കം തമിഴകത്ത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. AIADMKയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി പഴനിസ്വാമി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ഗോപിച്ചെട്ടിപ്പാളയം MLA സ്ഥാനം രാജിവെച്ച ശേഷമാണ് ഈ രാഷ്ട്രീയ പ്രവേശനം. സെങ്കോട്ടയ്യന്റെ രാഷ്ട്രീയ ജീവിതം കേവലം ഒരു നേതാവിൻ്റെതല്ല, മറിച്ച് AIADMKയുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. 1977 MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഈറോഡ് ജില്ലയിലെ ഗോപിച്ചെട്ടിപ്പാളയം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ച് MLA ആയത് സെങ്കോട്ടയ്യനായിരുന്നു. MGRന്റെ രാഷ്ട്രീയ ദർശനങ്ങളെയും വിജയങ്ങളെയും അടുത്തുനിന്ന് മനസ്സിലാക്കിയ നേതാവായിരുന്നു അദ്ദേഹം. MGRന്റെ വിയോഗശേഷം പാർട്ടി ജയലളിതയുടെ കൈകളിലേക്ക് മാറിയപ്പോഴും സെങ്കോട്ടയ്യൻ ആ വിശ്വാസം നിലനിർത്തി. ജയലളിതയുടെ മന്ത്രിസഭയിൽ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുകയും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അവരുടെ പ്രചാരണ യാത്രകൾക്ക് കൃത്യമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്ന പ്രധാന ചുമതലകൾ അദ്ദേഹത്തിനായിരുന്നു. ജയലളിത ഇടയ്ക്കിടെ അതൃപ്തി പ്രകടിപ്പിക്കുകയും സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടും അദ്ദേഹം ഒരിക്കലും മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറാൻ തയ്യാറാകാതെ ജയലളിതയുടെ വിശ്വസ്തനായി തുടർന്നത് ശ്രദ്ധേയമാണ്. ജയലളിതയുടെ മരണശേഷം പാർട്ടിയുടെ കടിഞ്ഞാൺ എടപ്പാടി AK പഴനിസ്വാമി, O പനീർസെൽവം എന്നിവരിലേക്ക് നീങ്ങിയപ്പോഴും സെങ്കോട്ടയ്യൻ അവരെ തന്റെ നേതാക്കളായി അംഗീകരിച്ചില്ല. മുഖ്യമന്ത്രിമാർ ആയിരുന്നപ്പോഴും അദ്ദേഹം ഇരുവരുമായി അകലം പാലിച്ചു. ഈ മുതിർന്ന നേതാവിന്റെ ഈ അതൃപ്തിയാണ് ഒടുവിൽ പുറത്താക്കലിന്റെയും രാജിയിലേക്കും നയിച്ചത്. എടപ്പാടി പഴനിസ്വാമിയുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിന് അതീതമായി പ്രവർത്തിച്ചു എന്നാരോപിച്ച് പുറത്താക്കിയതിന് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് സെങ്കോട്ടയ്യൻ കടുത്ത മറുപടി നൽകി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ പാർട്ടിയെ ഒരു ബദലായി കാണുന്ന അദ്ദേഹം MGRനും ജയലളിതയ്ക്കും ശേഷം വിജയെ തന്റെ നേതാവായി സ്വീകരിക്കാൻ തീരുമാനമെടുത്തത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. സെങ്കോട്ടയ്യന്റെ ഈ കൂറുമാറ്റം കേവലം ഒരു നേതാവിന്റെ കൂടുമാറ്റം എന്നതിലുപരി തമിഴക വെട്രി കഴകത്തെ സംബന്ധിച്ച് സുപ്രധാന നീക്കമാണ്. AIADMKയുടെ സ്ഥാപക രഹസ്യങ്ങളും താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവും പഴയ വോട്ടർമാരിലേക്കുള്ള സ്വാധീനവും കൈവശമുള്ള സെങ്കോട്ടയ്യൻ വിജയ്ക്ക് നൽകുന്നത് ഒരു രാഷ്ട്രീയ മാസ്റ്റർ കീ ആണ്. MGRന്റെയും ജയലളിതയുടെയും വിജയതന്ത്രങ്ങൾ കണ്ട ഈ നേതാവിന്റെ അനുഭവം വിജയുടെ താരപരിവേഷത്തിനൊപ്പം ചേരുമ്പോൾ AIADMKയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ TVKക്ക് കഴിഞ്ഞേക്കും. MGR കണ്ട വിജയം, ജയലളിത കണ്ട വിജയം, ഇനി വിജയുടെ വിജയത്തിനും സാക്ഷിയാകാൻ സെങ്കോട്ടയ്യൻ തയ്യാർ എന്നൊരു പുതിയ ചൊല്ല് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കാൻ സാധ്യതയുണ്ട്. ഈ മുതിർന്ന നേതാവിന്റെ വരവ് AIADMKയുടെ രാഷ്ട്രീയ വേരുകളിലേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഷോർട്ട് കട്ട് നൽകുമോ എന്ന് വരും ദിവസങ്ങളിൽ തമിഴകം ഉറ്റുനോക്കും.